1981 മെയ് 13 ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് നേരെയുണ്ടായ വധശ്രമത്തിന്റെയും അതിൽ നിന്നുണ്ടായ അത്ഭുത അതിജീവനത്തിന്റെയും സ്മരണകളിൽ ആഗോളസഭ ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനത്തിലുണ്ടായ അത്ഭുത സംഭവത്തെ അമ്മയുടെ മാതൃകരത്തിന്റെ ഇടപെടലെന്നാണ് പാപ്പ വിശേഷിപ്പിച്ചത്. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ തടിച്ചുകൂടിയ ജനസഞ്ചയത്തിന് നടുവിലൂടെ വിശ്വാസികളെ അനുഗ്രഹിച്ചും അഭിവാദ്യം ചെയ്തും കടന്നുപോകവെയായിരുന്നു തികച്ചും അപ്രതീക്ഷിതവും ആഗോളസഭയ്ക്ക് കനത്ത ആഘാതമേൽപ്പിച്ചതുമായ ആക്രമണം അജഗണത്തിന് മുഴുവൻ പിതൃതുല്യനായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് നേരെ അരങ്ങേറിയത്. മെഹമ്മദ് അലി അക്ക എന്ന തുർക്കി വംശജന്റെ തോക്കിൽ നിന്നും 4 വെടിയുണ്ടകൾ ഞൊടിയിടയിൽ പാപ്പയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. 4 വെടിയുണ്ടകളും പാപ്പയുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചുവെങ്കിലും ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ സഭയുടെ വിശ്വസ്തനായ അമരക്കാരനെ സ്വർഗസൈന്യാധിപയായ പരിശുദ്ധ മറിയം അത്ഭുതകരമായി സംരക്ഷിക്കുകയായിരുന്നു. ആനന്ദത്തിന്റെയും ആവേശത്തിന്റെയും നിമിഷങ്ങൾ വിലാപത്തിന്റെയും കണ്ണുനീരിന്റെയും അന്തരീക്ഷമായി പരിണമിക്കുന്നതിനിടെ സ്തംഭിച്ച ജനക്കൂട്ടത്തിനു നടുവിലൂടെ അലി അക്ക രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വത്തിക്കാൻ സെക്യൂരിറ്റി ചീഫിന്റെ നേതൃത്വത്തിൽ അയാൾ കൈയോടെ പിടിക്കപ്പെട്ടു. ഗെമല്ലി ആശുപത്രിയിൽ അപകടനില തരണം ചെയ്യവേ ഫാത്തിമ മാതാവിനെ പറ്റിയുള്ള സർവ്വരേഖകളും വിശദമായി പഠിച്ച പാപ്പ അമ്മയുടെ വിമല ഹൃദയത്തിന് റഷ്യയെ പ്രതിഷ്ഠിക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ 1-ാം വാർഷിക വേളയിൽ പാപ്പ ഫാത്തിമയിൽ നേരിട്ടെത്തി തന്റെ ജീവൻ സംരക്ഷിച്ച അത്ഭുത ഇടപെടലിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയും പിന്നീട് ഫാത്തിമയിലെ മാതാവിന്റെ രൂപത്തിലെ കിരീടത്തിന്റെ നടുവിൽ തന്റെ ശരീരത്തിൽ നിന്നും പുറത്തെടുത്ത വെടിയുണ്ട സ്ഥാപിക്കുകയുമുണ്ടായി. നാളുകൾക്ക് ശേഷം അലി അഗ്ഗയെ ജയിലിൽ ചെന്ന് കണ്ട് അവന് മാപ്പ് നൽകിയ പാപ്പയുടെ മഹനീയ പ്രവൃത്തി ക്രൈസ്തവ ക്ഷമയുടെ ഉദാത്ത മാതൃക ലോകത്തിനു മുന്നിൽ വരച്ചുകാട്ടുന്നതായിരുന്നു. 1984 മാർച്ച് 25 ഫാത്തിമയിൽ പരിശുദ്ധ മറിയം ആവശ്യപ്പെട്ടത് പ്രകാരം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ റഷ്യയെ മറിയത്തിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. തുടർന്നങ്ങോട്ട് റഷ്യയിൽ നിന്നും കമ്മ്യൂണിസം തുടച്ചു നീക്കപ്പെടുന്നതിന്റെ നേർചിത്രങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. 2000 ഫാത്തിമയുടെ 3-ാം രഹസ്യം വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അതിൽ പ്രതിപാദിച്ചിരുന്ന സഭയുടെ ഇടയന് നേർക്കുള്ള ആക്രമണം ജോൺ പോൾ പാപ്പയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെയാകാം സൂചിപ്പിക്കുന്നതെന്ന് അന്നത്തെ വിശ്വാസ തിരുസംഘത്തിന്റെ തലവനായിരുന്ന എമരിറ്റസ് ബെനഡിക്ട് 16 പാപ്പ അഭിപ്രായപ്പെടുകയുണ്ടായി. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.